ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ മജ്ബൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2.5 കപ്പ് അരിക്കാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം ബട്ടറും ഓയിലും കൂടി ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഞാൻ ആദ്യം ബട്ടർ ഇടാനും മറന്നുപോയി. പിന്നെ പോരാത്തതിന് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതൊട്ട് കൊടുക്കുക. അപ്പം ഉള്ളി നന്നായിട്ടൊന്ന് വാടി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരുമ്പം നമ്മളിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആവണം ഉള്ളിയും തക്കാളിയൊക്കെ. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ആ കെച്ചപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരവും പുളിയും എന്നൊക്കെ കൊണ്ട് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ക്യൂബ് മാഗി ക്യൂബ് ഇടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചിക്കനിലൊക്കെ ഒന്ന് മസാല കോട്ട് ചെയ്തിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കണം. മൂടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി വേവാനുള്ള വെള്ളം, നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ കണക്കിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസ്സിന് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള നിലക്കാണ് വെള്ളം എടുക്കുന്നത്. എന്നിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനും ഒന്ന് കുക്കാവും. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മളിട്ട ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റണം. എല്ലാ ചിക്കൻ പീസസും എടുത്ത് മാറ്റുക. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി കുറച്ച് കുക്കായിട്ടുണ്ടാവും. ഇത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഒരു ഗ്രിൽ ചെയ്ത പോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇനി ചിക്കനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ സെയിം വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഈ അരി കുതിർത്തൊന്നും വെക്കണ്ട കേട്ടോ, നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകശാല എടുത്തിട്ടുള്ളത്. ബസ്മതി വേണ്ടവർക്ക് ബസ്മതി എടുക്കാം. നമുക്കിവിടെ പൊതുവേ ജീരകശാലയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ജീരകശാല എടുത്തിട്ടുള്ളത്. സാധാരണ മജ്ബൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ബസ്മതി ഒക്കെയാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബസ്മതി എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക. ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി പിന്നെ വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓയിൽ മാത്രം വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ ബട്ടർ ഇടുമ്പോഴാണ് ഒന്നുകൂടി കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക.
അധികം നേരമൊന്നും വെക്കണ്ട, കാരണം അത് ഓൾറെഡി കുക്കായ ചിക്കനാണ്. നമ്മൾ ജസ്റ്റ് ഒരു അതിൻ്റെ പുറത്തൊരു ഗ്രിൽ ചെയ്തൊരിത് കിട്ടാൻ വേണ്ടി മാത്രമാണ് പൊരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാ ചിക്കൻ ഒരു സൈഡായിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അധികം നേരം ഇട്ടിട്ട് ചിക്കൻ വല്ലാണ്ട് ഡ്രൈ ആക്കരുത് കേട്ടോ, അപ്പോൾ തിന്നാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിയിച്ചിട്ട് വേഗം തന്നെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മളെ ചോറ് കുറച്ചും കൂടി വെള്ളം ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ നന്നായി ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ചോറിലെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ചോറ് ഫുൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ പീസും ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്തതിൽ ബാക്കി ഓയിൽ ബട്ടർ ഉണ്ടാവില്ല, അതും അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് മൂടിയിട്ട് വെക്കാം. ആ ഫ്ലേവറൊക്കെ ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോറുണ്ടാക്കുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം വേറൊരു റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.